ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഡേ 1 ഇൻ ഗോവ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഗായ്സ്. നമ്മൾ ഡേ 2 എത്തിയിരിക്കുകയാണ്. ഇന്നലെ ആക്ച്വലി മെജോറിറ്റി ഓഫ് ടൈമും നമ്മൾ ബീച്ചിൽ തന്നെ ആയിരുന്നു. രാവിലെ കുറച്ച് ഫോർട്ടിലൊക്കെ പോയി ഒന്ന് കറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകുമായിരുന്നു. പിന്നെ ഫുൾ ഡേ ബീച്ചിൽ തന്നെ ആയിരുന്നു. ആക്ച്വലി അവിടെ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മളിങ്ങനെ ചില്ല് ചെയ്തിരിക്കുമ്പോൾ നല്ല രസമാണ് ഗൈസ്. അപ്പം ഇന്ന് അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ബീച്ചിൽ പോകണ്ട, വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി ഗോവയിൽ വേറെ എന്താ ഉള്ളതെന്ന് കൂടെ അറിഞ്ഞിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇവിടെ കുറേ ബീച്ചസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ വാഗറ്റോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബീച്ചുണ്ട്. പക്ഷേ അവിടെ അത്ര അങ്ങോട്ട് പോയി നമുക്കിങ്ങനെ വെള്ളത്തിൽ കളിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നിയില്ല. അത്ര ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ലാതെ ഒരുപാട് ബീച്ചസ് ഉണ്ട്. ഇന്നലെ നമ്മൾ പോയത് കണ്ടലി എന്ന് പറഞ്ഞ ബീച്ചാണ്. ഇനിയും കുറേ ബീച്ചുണ്ട്. എല്ലായിടത്തും പോകത്തില്ലായിരിക്കും. പിന്നെ വെറുതെ ബീച്ചിൽ പോയി തന്നെ ബീച്ച് സെയിം വൈബ് തന്നെയാണെന്നൊരു ഫീലുണ്ട് എനിക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബീച്ചിൽ പോയിട്ട് കുറേ നേരം ചില്ല് ചെയ്യുക, എന്നിട്ട് അടുത്തടുത്ത് പോവുക. ഇതാണ് എൻ്റെ പ്ലാൻ. എനിക്കിപ്പോൾ ഇവിടെ ഗോവയിൽ വന്നപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും പ്രദേശങ്ങളും ഒക്കെ കാണാനായിട്ട് നാട്ടിലെ പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസും ഇല്ല. ആകെ ഒരു വ്യത്യാസം നാടും നമ്മുടെ കേരളവും ഗോവയായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബോർഡൊക്കെയാണ്. ബോർഡെല്ലാം ഇവിടുത്തെ ഹിന്ദിയിലാണുള്ളത്, നമ്മുടെ നാട്ടിൽ മലയാളത്തിലാണ്. അതല്ലാതെ ഈ ഏരിയയും മരങ്ങളും എല്ലാം നാട്ടിലെ പോലെ തന്നെയാണ്. പിന്നെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെയാണ്. വീടുകളൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു പഴയ ഒരു ലുക്കാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ കുറേ അടുപ്പിച്ച് വീടുകളുണ്ട്. ആ വീടുകളെല്ലാം കൂടുതലും കഫേസും സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളും പിന്നെ നല്ല ക്ലബ്ബും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിനെല്ലാം ഒരു പഴയ ലുക്കാണ്, ഒരു പഴമയുടെ ഒരു ലുക്ക്. അതുണ്ടാക്കി വെക്കുന്ന രീതികളാണെങ്കിലും പെയിൻ്റ് ആണെങ്കിലും എല്ലാത്തിനും ഒരു പഴയ ഒരു ലുക്കുണ്ട്. അതൊരു ഭംഗിയാണ് ആക്ച്വലി. പക്ഷെ നമുക്കിങ്ങനെ തോന്നും ഇതെന്താ മെയിൻറ്റെയിൻ ചെയ്യത്തില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു പഴയ ലുക്കിനൊരു ഭംഗിയുണ്ട്. ഗൈസ്, നമ്മൾ ഇന്നത്തെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ബീച്ചിൽ തന്നെയാണ് പോകുന്നത് ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ബീച്ച് എന്തൂസിയാസ്റ്റാണ്. ഹൈദരാബാദിൽ ബീച്ചില്ലാത്തതിൻ്റെ വിഷമമാണ് സിലി ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. നമ്മളിവിടെ വന്നിട്ടും കാറിൽ തന്നെയാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എല്ലാവരും സ്കൂട്ടി റെൻറ്റിനെടുത്ത് അതിലാണ് പോകുന്നത്. അതൊരു ഡിഫറെൻറ്റ് വൈബാണ്. കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് പോവാം. പെട്ടെന്ന് തന്നെ നമ്മൾ ബീച്ചിലെത്തി. ഇത് നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തുള്ള ബീച്ചാണ്, വാഗറ്റോർ ബീച്ച്. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ്. ഇവിടുത്തെ ഒരു പോപ്പുലർ ബീച്ചാണിത്. ഈ ബീച്ച് ആക്ച്വലി റേവ് പാർട്ടീസിന് ഒരുപാട് പോപ്പുലർ ആണ്. സൺബേൺ ഫെസ്റ്റിവലൊക്കെ ഇപ്പോൾ ഇവിടെയാണ് നടക്കുന്നത്. ഒത്തിരി ഭംഗിയുള്ള ക്ലിഫുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പീസ്ഫുള്ളുമാണ്. രാവിലെ എന്തായാലും നമുക്ക് ബീച്ചിലിറങ്ങാൻ യാതൊരു പ്ലാനും ഇല്ല. നമ്മുടെ സ്റ്റേയുടെ അടുത്തായതുകൊണ്ട് ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. നമ്മളിനി അടുത്തത് ചപ്പോറ ഫോർട്ടിലാണ് ഗൈസ് പോകുന്നത്. ചപ്പോറ ഫോർട്ട് ആക്ച്വലി നമ്മുടെ ദിൽ ചാഹതാ ഹൈ മൂവി ഷൂട്ട് ചെയ്ത ആ ഫോർട്ടാണ്. നമ്മൾ ഇന്നലെ അഗോഡ ഫോർട്ടിലാണ് പോയത്. ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും ഇത് ഷൂട്ട് ചെയ്തതെന്ന്, പക്ഷെ അല്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഫോർട്ടിൻ്റെ മോളിൽ വരെ കയറി ചെല്ലാൻ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് കുറച്ച് എനർജിക്കായിട്ട് അല്ലറ ചില്ലറ സാധനങ്ങൾ കഴിക്കുകയാണ്. നമ്മൾ അങ്ങനെ ചപ്പോറ ഫോർട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. നല്ല കയറ്റമാണ് ഇവിടെ. ഇവിടം തൊട്ടാണ് പടി സ്റ്റാർട്ടാവുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ എൻട്രൻസ്. നമ്മളിവിടെ നിന്ന് കയറാൻ പോവാണ്. 120 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. കയറി നോക്കാം. അപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടലായി തുടങ്ങി ഗൈസ്. 120 സ്റ്റെപ്സ് കയറുമ്പോഴത്തേക്കും ഞാനൊരു വഴിക്കാവും. എന്നാലും സാരില്ല. ആദിൽ ഷാഹി ഡൈനാസ്റ്റിയുടെ കാലത്ത് ആദിൽ ഷാ എന്ന് പറഞ്ഞ റൂളറാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനെ ഷാപൂര എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാറി ചപ്പോറയായി. നമ്മൾ കുറേ നേരമായിട്ട് കയറുകയാണ് ഗൈസ്. 120 പടി അത്ര സിമ്പിളല്ല കേട്ടാ. ഈ ഫോർട്ടിൻ്റെ അപ്പുറത്ത് വശത്ത് ഫുള്ള് കടലാണ് ഗൈസ്. ബീച്ച്. ഇവിടുന്നാണ് നമ്മൾ ബീച്ച് വ്യൂ. നമ്മൾ നേരത്തെ പോയ ബീച്ചാണിത്. കണ്ടില്ലേ? ചപ്പോറ ഫോർട്ടിൽ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. നമ്മൾ ഈ കാണുന്ന ഈ മതിൽ പോലത്തെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ കാലി സ്ഥലമാണ്. പുറത്തുനിന്നുള്ള ഇത് മാത്രമേ നമുക്ക് കാണാനായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചപ്പോറ ഫോർട്ടിനോട്
ഗുഡ് ബൈ പറയുന്നു ഗൈസ്. ചപ്പോറ ഫോർട്ടിനോട് ഗുഡ് ബൈയും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നോർത്ത് ഗോവയിൽ നിന്നും സൗത്ത് ഗോവയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അടൽ സേതുവിലൂടെയാണ്. ഇതൊരു കേബിൾ ബ്രിഡ്ജാണ്. ഇന്ത്യയിലെ തന്നെ 3rd ലോങ്സ്റ്റ് ബ്രിഡ്ജായ ഇതിൻ്റെ നീളം 5 കിലോമീറ്റർ ആണ്. നമ്മളിപ്പോൾ അഗോണ്ട ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി സൗത്ത് ഗോവയാണ്. നമ്മൾ നോർത്ത് ഗോവയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സൗത്ത് ഗോവയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ മറ്റേ നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്നതിനെ പോലെയല്ല, കുറച്ചും കൂടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ആകെ തളർന്ന് ഗൈസ്. ഇവിടെ പറ്റിയൊരു സെറ്റപ്പും കിട്ടിയിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റിയ സെറ്റപ്പാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഉറങ്ങത്തില്ല. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ പതുക്കെ കോസ്റ്റ്യൂം ചേഞ്ച് നടത്തി ഗൈസ്. അപ്പം നമ്മളിനി നേരെ ബീച്ചിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജിയൊക്കെ ആയിട്ടുണ്ട്. ഉറക്കക്ഷീണമൊക്കെ പോട്ടെ, നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഈ ബീച്ച് കുറച്ചും കൂടെ പീസ്ഫുൾ ആണ് ഗൈസ്. ഇതാണ് നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്, റിലാക്സ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നമ്മൾ സൗത്ത് ഗോവയിലേക്ക് വരണം. അതല്ല കുറച്ചും കൂടെ ലൈവ്ലി ആയിട്ട് ആക്റ്റീവായിട്ടിരിക്കാനും നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരും ആണെങ്കിൽ നോർത്ത് ഗോവ ഈസ് യുവർ പ്ലേസ്. നമുക്ക് നമ്മളും നമ്മുടെ ഫ്രണ്ട്സും മാത്രം മതി, നല്ലതായിട്ട് റിലാക്സ് ചെയ്യണം, വേറെ ക്രൗഡൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ സൗത്ത് ഗോവ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണം, അഡ്വെഞ്ചറസ് ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ സൗത്ത് ഗോവയിൽ വന്നിട്ട് കാര്യമില്ല, നോർത്ത് ഗോവയിൽ തന്നെ പോകണം. എൻ്റെ വൈബിന് പറ്റിയ പ്ലേസ് ഉറപ്പായിട്ടും നോർത്ത് ഗോവ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് നോർത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും എപ്പോഴും ലൈവ്ലിയാണ്, മ്യൂസിക്കും ഡാൻസും എപ്പോഴും നല്ല ചിൽ മോഡാണ്. ബീച്ചിൽ നിന്നിറങ്ങി നമ്മളിപ്പോൾ ഇവിടുത്തെ ടൗണിലേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ എന്തോ സ്പെഷ്യൽ നല്ല അടിപൊളി ഏതോ ഒരു സ്ഥലമുണ്ട്, എക്സോട്ടിക് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞ് നിതീഷ് നമ്മളെ കൊണ്ടുപോവാണ്. ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ എത്ര എക്സോട്ടിക് ആണ്, എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് പനാജിയാണ്. പനാജി ബ്രാഞ്ച്, പനാജിയിലാണിപ്പോൾ നമ്മളുള്ളത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരെയാണ് പനാജി. ഇത് ഇവിടുത്തെ മെയിൻ ടൗണാണ് ഇവിടെ. ഇപ്പോൾ ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കാറാണ് ഗൈസ്. കാറ് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. നമ്മൾ പോകുന്ന സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഇത് റോഡിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്കിത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പം നമ്മുടെ ബോയ്സ് പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാനിവിടെ റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഗൈസ് നിതീഷ് പറഞ്ഞ സ്ഥലം. ഇവിടെ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഓണർ എനിക്കൊരു റോസാപ്പൂ കൊണ്ട് തന്നു. ഒരു ചിൽ വൈബുള്ള സ്ഥലമാണ്. ഇതൊരു സ്പേഷ്യസ് സ്ഥലമൊന്നുമല്ല, നല്ല പഴയ ആർക്കിടെക്ചറാണ്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ആണ് സ്പെഷ്യൽ ആൻഡ് എക്സോട്ടിക് ആയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് അവൻ ഇവിടെ നമ്മളെ കൊണ്ടുവന്നത്. ഇന്നത്തെ ഡേ നല്ല ടയറിംഗ് ആയിരുന്നു. കുറേ എക്സ്പ്ലോറിങ് നടത്തി, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യുന്നു. See you, bye.